Assalamu Alaikum. Hello dear students. So today we are learning our new chapter. Our chapter name is metals. Okay. So in this chapter we are going to learn about detailedly about the metals. Metals ne kurichana nammal ee chapter il padikkanayittu povunnathu. So all objects in nature are made up of different types of substances. We know that alle nammade pinne endana oro substance allengil oro particles endana nature la oro objects undakirikkunna enganeyanu different types of substance vechittana. These substances are formed from different elements. അപ്പോൾ ഈ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻസിൽ നിന്നാണ് ഈ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത് അല്ലേ? ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത്. And are you familiar with the arrangement of elements in the periodic table? Do you know about periodic table? Periodic table എന്ന് പറയുന്നത് എന്താണ്? Elements are arranged properly in a systematic order in the periodic table. അപ്പോൾ elements നമ്മൾ കുറേ പഠിച്ചു. We are already learned about the elements in the second chapter. Second chapterൽ നമ്മൾ കുറേ elementsന്റെ പേര് പഠിച്ചു. ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ എന്നൊക്കെ പറഞ്ഞ് കുറേ elementsന്റെ പേര് നമ്മൾ പഠിച്ചു. അപ്പോൾ periodic table എന്താണ്? periodic table ഒരുപാട് എന്താ ഉണ്ട്? Elements ഉണ്ട് അല്ലേ? അപ്പോൾ in the periodic table the elements are arranged in a systematic way. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് വേയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ എലമെൻസിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ആൻഡ് അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ട്രൈ ടു ലിസ്റ്റ് ദ പീരിയോഡിക് ടേബിൾ സം ഓഫ് ദ എലമെൻറ്റ്സ് ആർ യു ഫെമിലിയർ ടു യു. അപ്പോൾ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള എലമെൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റിൽ. സോ ഹൈഡ്രജൻ, അയൺ, ഗോൾഡ്, കോപ്പർ, അതൊക്കെ എന്താണ്? ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ എലമെൻറ്റ്സ് അല്ലേ? പീരിയോഡിക് ടേബിളിലെ എലമെൻസിൻ്റെ പേരുകളാണ്. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, അയൺ, ഗോൾഡ്, കോപ്പർ, നിക്കൽ, സംതിങ് എക്സെട്ര. അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് എന്തുണ്ട്? പീരിയോഡിക് ടേബിളിൽ ഉണ്ട്. ഓക്കെ. സോ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മെറ്റൽസ് ആണോ നോൺ മെറ്റൽസ് ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. And you may be all identify some uses of metals when you observe the picture given at the beginning. നിങ്ങൾ ടെക്സ്റ്റിൻ്റെ ബിഗിനിങ്ങിൽ ഒരു എന്താണ് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കുറേ യു ക്യാൻ സീ സോ മെനി മെറ്റൽസ് ഇൻ ദാറ്റ് പിക്ചർ. നിങ്ങൾക്ക് ഒരുപാട് മെറ്റൽസ് ആ പിക്ചറിൽ കാണാൻ പറ്റും. ആൻഡ് എന്താണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഹൗ ഡു യു നോ ദ വെദർ ഒബ്ജക്റ്റ് ഇസ് മെയ്ഡ് ഓഫ് മെറ്റൽ? അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മെറ്റൽ വെച്ചിട്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഹൗ ഡു യു ഫൈൻഡ്? അപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ തരുന്നു, അത് മെറ്റലാണോ അത് നോൺ മെറ്റലാണോ അല്ലെങ്കിൽ മെറ്റലോയിഡ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വി ക്യാൻ ഫ്രം ദ ഫിസിക്കൽ അപ്പിയറൻസ് വി ക്യാൻ അണ്ടർസ്റ്റുഡ് അല്ലേ? ആ ഫിസിക്കൽ അപ്പിയറൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത്? സോ നമുക്ക് എന്തൊക്കെ അതിൻ്റെ ഹാർഡ്നെസ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു മെറ്റലാണോ എന്ന് അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് എന്താണോ എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഹാർഡ്നെസ്, അത് ഹാർഡാണോ സോഫ്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് വി ക്യാൻ ചെക്ക് വെദർ ഇറ്റ് ഈസ് ഹാർഡ് ഓർ സോഫ്റ്റ്. ഹാർഡാണോ സോഫ്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ ബൈ ഹീറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ പല പല മെത്തേഡ്സിലൂടെ നമുക്കത് എന്താണ് മെറ്റലാണോ നോൺ മെറ്റലാണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസിൻ്റെ കുറച്ച് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, വിച്ച് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മെറ്റൽ യു ആർ ഫെമിലിയർ വിത്ത്? നിങ്ങളുടെ ടെക്സ്റ്റിനകത്തൊരു ടേബിൾ ഉണ്ട്, ടേബിൾ 11.1. അപ്പോൾ 11.1 കുറേ മെറ്റൽസ് കൊടുത്തിട്ടുണ്ട്. ഗോൾഡ്, മെറ്റൽ, അയൺ, അലൂമിനിയം. സോ മെറ്റൽസിൻ്റെ എക്സാമ്പിളാണ് ഇത് ഗോൾഡ്, അയൺ, ദെൻ അലൂമിനിയം, ഗോൾഡ്, അയൺ, അലൂമിനിയം ആൻഡ് കോപ്പർ. So these are the examples for what? These are the examples for metals. Metals മലയാളത്തിൽ നമ്മൾ ലോഹങ്ങൾ എന്ന് പറയും. So these are the examples for metals which are the gold, iron, aluminum and copper. These are the metals. ഇതാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. And what are the properties? പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഓരോ മെറ്റൽസിൻ്റെയും പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗോൾഡ് എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ പ്രോപ്പർട്ടി ഓഫ് ഗോൾഡ്? ലസ്റ്ററസ്, റെസിസ്റ്റൻസ് ടു കൊറോഷൻ. ലസ്റ്ററസ് എന്ന് പറയുന്നത് എന്താണ്? നല്ല തിളക്കമുള്ളതാണ്. അതുപോലെ തന്നെ കൊറോഷൻ, അത് തുരുമ്പ് പിടിക്കുകയും അങ്ങനെയുള്ള കൊറോഷൻസ് ഒന്നും അതിന് സംഭവിക്കത്തില്ല. ഓക്കെ, അപ്പം അത് നമ്മൾ ഗോൾഡൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ഗോൾഡ്? മെയിൻലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടു മേക്ക് ദ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോൾഡൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ലസ്റ്ററസ് ആണ്, അതുപോലെ തന്നെ റെസിസ്റ്റൻറ്റ് ടു കൊറോഷൻ. ദെൻ കോപ്പർ എന്ന് പറയുന്നത് എന്താണ്? ലസ്റ്ററസ്, അതിനും എന്താ ഉണ്ട്? തിളക്കമുണ്ട് അല്ലേ? ദെൻ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റീനെ നന്നായിട്ട് പാസ് ചെയ്യും. ഏതാണ്? കോപ്പർ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു
കണ്ടക്ടർ ആണെന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യിപ്പിക്കുന്നതിന് ഏറ്റവും ഒരു എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത് കോപ്പർ എന്ന് പറയുന്നത്. ദെൻ ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക് വയേഴ്സ് അല്ലേ, ഇലക്ട്രിക് വയേഴ്സും കോയിൻസും വെസൽസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? കോപ്പർ യൂസ് ചെയ്യാറുണ്ട്. കോപ്പർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ വാട്ട്? കോപ്പർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ മെറ്റൽ. ദെൻ അയൺ. അയൺ എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ യൂസ് ചെയ്യും? അയൺ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് അയൺ? അയണിൻ്റെ ഇരുമ്പ് അയൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇരുമ്പിൻ്റെ പ്രത്യേകതകളോ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഹാർഡാണ്, എന്താണ് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നു അല്ലേ, ഹാർഡാണ്. അതുപോലെ തന്നെ എന്താണ് അയൺ എന്ന് പറയുന്ന ഹീറ്റ് കണ്ടക്ടറാണ്, കണ്ടക്ട് ഹീറ്റ്. അപ്പോൾ ഇത് നമ്മൾ അയൺ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? അയൺസ് മെഷീൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മെഷീൻസിൽ പിന്നെന്താണ് വേറെ എവിടെയൊക്കെയാണ് നമ്മൾ നമ്മൾ യൂട്ടൻസിൽസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? അയൺ യൂസ് ചെയ്യാറുണ്ട്. ദെൻ അലൂമിനിയം അതുപോലെ തന്നെ എന്താണ് ലസ്റ്ററസ് ആണ് അല്ലേ, ലസ്റ്ററസ് എന്ന് പറഞ്ഞാൽ തിളക്കമുണ്ട്. അതുപോലെ തന്നെ ഗുഡ് കണ്ടക്ടർ, നല്ലൊരു ഇലക്ട്രിസിറ്റിയുടെയൊക്കെ പാസ് ചെയ്യുന്ന നല്ലൊരു കണ്ടക്ടറാണ്. ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഗുഡ് കണ്ടക്ടറാണ് ഏതെന്ന് പറയുന്നത്. ഹീറ്റിനെ നന്നായിട്ട് പാസ് ചെയ്യിപ്പിക്കുകയാണ് അലൂമിനിയം എന്ന് പറയുന്നത്. നമ്മൾ വെസൽസിലും ഈ ഇലക്ട്രിക് എക്യുപ്മെൻസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? അലൂമിനിയം യൂസ് ചെയ്യാറുണ്ട്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ മെറ്റൽസ്. ഏതൊക്കെ എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചത്? ഗോൾഡ്, കോപ്പർ, അയൺ, അലൂമിനിയം ആർ ദ എക്സാമ്പിൾസ് ഫോർ മെറ്റൽസ്. ഗോൾഡും അയണും കോപ്പറും അലൂമിനിയം ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? മെറ്റൽസിന് എക്സാമ്പിളാണ്. ഓക്കെ. So with a hammer beat forcefully on an aluminium wire kept on a hard surface, what do you see? അപ്പോൾ നമ്മളൊരു അലൂമിനിയം വയർ എടുത്തിട്ട് നമ്മളൊരു ഹാമർ ഉപയോഗിച്ചിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്താൽ എന്ത് പറ്റും? അത് ജസ്റ്റ് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് പോകുന്നത് പോലെ കാണാനായിട്ട് പറ്റും അല്ലേ. സോ മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ് ബൈ ഹാമറിങ്. അപ്പം മെറ്റൽസിനെ നമുക്ക് ഹാമറിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? തിൻ ഷീറ്റ്സ് ആയിട്ട്, വളരെ ചെറിയ ഷീറ്റുകളായിട്ട് മാറ്റാൻ പറ്റും. സോ ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് മാലബിലിറ്റി. അപ്പോൾ ആ ഒരു മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? മാലബിലിറ്റി. ഓക്കെ. സോ വാട്ട് ഈസ് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ്? ദ പ്രോപ്പർട്ടി ഈസ് കോൾഡ് മാല്യബിലിറ്റി. ആ ഒരു തിൻ ഷീറ്റ്സ് ആക്കി നമ്മൾ ഹാമറിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു? മെറ്റൽസിനെ തിൻ ഷീറ്റ്സ് ആക്കി മാറ്റുന്നു. ആ ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? മാലബിലിറ്റി എന്ന് പറയുന്നത്. സോ മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ് ബൈ ഹാമറിങ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ദ മാലബിലിറ്റി. അപ്പം നമുക്ക് ഹാമറിങ് വഴി എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഹാമറിങ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഹാമറിങ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ. മെറ്റലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? ഹാമറിങ് എന്ന് പറയുന്നത്. ദെൻ ഗോൾഡ് ഈസ് ദ മോസ്റ്റ് മാലബിൾ മെറ്റൽ. ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്? അലൂമിനിയത്തിന് നമുക്ക് എന്താക്കാൻ പറ്റും? വി ക്യാൻ മേക്ക് ദ അലൂമിനിയം ഇൻറ്റു ഫോയിൽസ് ആക്കി മാറ്റാൻ പറ്റും അല്ലേ. നമ്മൾ പേപ്പറൊക്കെ റാപ്പ് ചെയ്യുന്ന അലൂമിനിയം കണ്ടിട്ടില്ലേ? അലൂമിനിയം ഫോയിൽ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ അലൂമിനിയത്തിനെ തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാൻ പറ്റും. നമ്മൾ ടിഫിനൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അലൂമിനിയത്തിൻ്റെ തിൻ ഷീറ്റ്സ് കിട്ടുമല്ലോ. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ പ്രോപ്പർട്ടി ഓഫ് ദ മാലബിലിറ്റി. മാലബിലിറ്റിക്ക് എക്സാമ്പിൾ ആണ് അതെന്ന് പറയുന്നത്. അതായത് തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാൻ പറ്റും. ദ പ്രോപ്പർട്ടി ഈസ് കോൾഡ് മാലബിലിറ്റി. ആ ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മാലബിലിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മാലബിലിറ്റി? മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ് ബൈ ഹാമറിങ്. ഹാമറിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? മെറ്റൽസിനെ എന്ത് ചെയ്യാം? തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാൻ പറ്റും. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് വാട്ട്? ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് മാലബിലിറ്റി. തിൻ ഷീറ്റ്സ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് അതെന്ന് പറയുന്നത്? മാലബിലിറ്റി എന്ന് പറയുന്നത്. ഗോൾഡ് ഈസ് ദ മോസ്റ്റ് മാലബിൾ മെറ്റൽ. ഒരു ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറിയ ഷീറ്റ്സ് ആക്കി മാറ്റുക. അത് വെച്ചിട്ടല്ലേ നമ്മൾ പല ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാറുണ്ട്. മെറ്റൽസിനെ അടിച്ച് പരത്താനായിട്ട് പറ്റും. ഓക്കെ. ദെൻ ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്? വളരെ മാലബിൾ ആയിട്ടുള്ള മെറ്റലാണ്. ദർ ഈസ് ആൻ അനദർ പ്രോപ്പർട്ടി ഫോർ ദ മെറ്റൽസിന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതെന്താണ്? മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു ഫൈൻ വയേഴ്സ്. മെറ്റൽസിനെ എന്താക്കി മാറ്റാം? നമ്മൾ അലൂമിനിയം വയർ, കോപ്പർ വയറൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണ്? മെറ്റൽസിനെ എന്താക്കി മാറ്റാൻ പറ്റും? വി ക്യാൻ മേക്ക് ഇൻ ടു തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ദ ഡക്റ്റിലിറ്റി. പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. So two properties we learned about the metals. What are the two properties? Malleability and ductility. Malleability എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അതിനെ അടിച്ച് പരത്തി എന്തായിട്ട് മാറ്റും? ഹാമറിങ്ങിലൂടെ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? തിൻ ഷീറ്റ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് മാലബിലിറ്റി. തിൻ വയേഴ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സ് എന്താണ്? അത് ഡക്റ്റിലിറ്റി ആണ്. ഓക്കെ. നമ്മൾ അലൂമിനിയത്തിൻ്റെ വയറൊക്കെ ഇല്ല, അതൊക്കെ ഡക്റ്റിലിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ദ ഫിലമെന്റ്സ് ഓഫ് ഇലക്ട്രിക് ബൾബ് ആർ മെയ്ഡ് ഓഫ് വയേഴ്സ് ഓഫ് ടങ്സ്റ്റൺ. നമ്മൾ ബൾബൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ബൾബിനകത്ത് ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഫിലമെൻ്റ് ഉണ്ട് അല്ലേ. സോ
ടങ്സ്റ്റൺ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു ഫൈൻ വേഴ്സ് ഹിൻസ് ഇസ് യൂസ് ടു മേക്ക് ദ ഫിലമെൻറ്റ്. അത് ഈ ടങ്സ്റ്റൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻ ഫിലമെൻ്റ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഫൈൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതൊക്കെ അതിൽ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, അത് നമ്മൾ ഹെൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ടു മേക്ക് ദ ഫിലമെൻറ്റ്. അപ്പം നമ്മൾ ഈ ബൾബിനകത്ത് ഫിലമെൻറ്റ്, ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉണ്ട്. നിങ്ങൾ ബൾബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു തിൻ വയർ പോലെ കാണാൻ പറ്റും, വളരെ തിൻ, വെരി തിൻ വയറാണ്. അപ്പോൾ അതെന്താ, അതിൻ്റെ പേരെന്താണ്, അത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ എന്താക്കി മാറ്റും, വളരെ തിൻ ആയിട്ടുള്ള ഫിലമെൻ്റ് ആക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ടങ്സ്റ്റൺ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ദ ടങ്സ്റ്റൺ യൂസ്ഡ് ഇൻ ദ ബൾബ് ആസ് ഫിലമെൻറ്റ്. ഓക്കെ, ഫിലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ആണ്, ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്. സോ ദെൻ പ്ലാറ്റിനം ഈസ് മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ. പ്ലാറ്റിനം എന്ന് പറയുന്നത്, പ്ലാറ്റിനം നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് പ്ലാറ്റിനം എന്നുള്ളത്. പ്ലാറ്റിനം ഒരു മെറ്റലാണ്. അപ്പം പ്ലാറ്റിനത്തിന് എന്താണ്, വളരെ ഡക്റ്റൈൽ ആയിട്ടുള്ള ഒരു മെറ്റലാണ് എന്തെന്ന് പറയുന്നത്, പ്ലാറ്റിനം എന്ന് പറയുന്നത്. അതായത് വയർ തിന്നാക്കി മാറ്റാൻ പറ്റും പ്ലാറ്റിനത്തിനെ. Then you may have seen the metals like a copper, gold being used as the thin fine wires. ഗോൾഡും പിന്നെന്താണ് കോപ്പറും ഗോൾഡും ഒക്കെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്, തിൻ വയേഴ്സ് ആണ്. എന്ന് വെച്ചാൽ അതൊക്കെ വളരെ ഡക്റ്റൈൽ ആയിട്ടുള്ള എന്താണ് അത് പിന്നെ മെറ്റൽസ് ആണ്, എക്സാമ്പിളാണത്. ദെൻ ഹാർഡ്നെസ് ഈസ് ദ അനദർ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ. ഹാർഡ്നെസ് എന്ന് പറയുന്നതും ഒരു മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. പക്ഷേ സോഫ്റ്റ് മെറ്റൽസും ഉണ്ട്, ഹാർഡ് മെറ്റൽസും ഉണ്ട്. ഹാർഡ്നെസ് എന്ന് പറയുന്നത് മെറ്റൽസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ബട്ട് ദർ ഈസ് ഹാർഡ് മെറ്റൽ ആൻഡ് സോഫ്റ്റ് മെറ്റൽ ഓൾസോ. ഹാർഡ് മെറ്റൽസും ഉണ്ട്, സോഫ്റ്റ് മെറ്റൽസും ഉണ്ട്. ഹവർ ദേ ആർ ദ ക്വൈറ്റ് എ ഫ്യൂ മെറ്റൽസ് വിച്ച് ആർ സോഫ്റ്റ്. കുറച്ച് മെറ്റൽസ് എന്തായിട്ട് സോഫ്റ്റ് മെറ്റൽസും ഉണ്ട്. Let's do an experiment. Take a small piece of sodium with a forceps and try to cut with a blade. Are you able to cut sodium? എന്താണ്, നമ്മൾ സോഡിയം എടുക്കുന്നു. സോഡിയം എടുത്തിട്ട് നമ്മൾ, സോഡിയം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു പീസാണ് സോഡിയത്തിൻ്റെ. സോഡിയം എടുത്തിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, പാടായിരിക്കും. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റലാണ്. അതിന് തിൻ ഷീറ്റ്സ് അല്ലെങ്കിൽ തിൻ വയേഴ്സ് ആക്കി മാറ്റുക എന്ന് പറയുന്നത് അത് അത്രയും തിന്നാക്കി മാറ്റാനായിട്ട് പറ്റത്തില്ല. അത് വളരെ സോഫ്റ്റ്, സോഡിയം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് മെറ്റലാണ്. സോ ക്യാൻ ട്രൈ ഗാലിയം, സീഷ്യം ആർ സോഫ്റ്റ് മെറ്റൽ. അതുപോലെ തന്നെ ഗാലിയം, സീഷ്യം എന്നൊക്കെ പറയുന്ന എക്സാമ്പിൾ എന്തിന് എക്സാമ്പിളാണ്, സോഫ്റ്റ് മെറ്റൽസിന് എക്സാമ്പിൾ. സോ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ സോഫ്റ്റ് മെറ്റൽ? ഗാലിയം, സീഷ്യം, സോഡിയം ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, സോഫ്റ്റ് മെറ്റൽസിന് എക്സാമ്പിളാണ്. എക്സാമിന് ചോദിക്കും. സോ വാട്ട് ആർ ദ റൈറ്റ് ദ ഫ്യൂ എക്സാമ്പിൾസ് ഫോർ സോഫ്റ്റ് മെറ്റൽ? ഗാലിയം, സീഷ്യം, സോഡിയം ഒക്കെ എന്താണ്, സോഫ്റ്റ് മെറ്റൽസിന് എക്സാമ്പിളാണ്. ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ സോഫ്റ്റ് മെറ്റൽസ്. ലിഥിയവും സോഡിയം ഒക്കെ എന്താണ്, സോഫ്റ്റ് മെറ്റൽസ് ആണ് കേട്ടോ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ എന്താണ്, എന്തിന് എക്സാമ്പിൾസ് ആണ്, സോഫ്റ്റ് മെറ്റൽസിന് എക്സാമ്പിളാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, സോഫ്റ്റ് മെറ്റൽസ്. വി ക്യാൻ ഈസിലി കട്ട് ദം വിത്ത് എ നൈഫ്. അപ്പോൾ സോഡിയം ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നൈഫ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ നന്നായിട്ട് എന്താണ്, അലൂമിനിയം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഹാർഡാണ്. പക്ഷേ അതുപോലെ എന്താണ് ഈ ഏതൊക്കെയാണ് സോഫ്റ്റ് മെറ്റൽസ് എന്ന് പറയുന്നത്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, സോഫ്റ്റ് മെറ്റൽസിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ദ സർഫസ് ഓഫ് ന്യൂലി ഫോംഡ് മെറ്റൽസ് ആർ കട്ട് ഹാസ് എ ഷൈനിങ് അപ്പിയറൻസ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് മെറ്റാലിക് ലസ്റ്റർ. അപ്പം നമ്മൾ പുതിയ ഒരു മെറ്റലിനെ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു തിളക്കം ഉണ്ടാവും, ഒരു ലസ്റ്റർ ഉണ്ടാവും. സോ ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് മെറ്റാലിക് ലസ്റ്റർ. ആ ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് മെറ്റാലിക് ലസ്റ്റർ. അതായത് മെറ്റൽസിനെ കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ അവിടെ ഒരു ഷൈനിങ് എഫക്റ്റ് ഉണ്ടാവും. ദാറ്റ് ഷൈനിങ് എഫക്റ്റ് ഈസ് കോൾഡ് മെറ്റാലിക് ലസ്റ്റർ. ഓക്കെ, സോ ദാറ്റ് ഈസ് അനദർ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റാലിക് ലസ്റ്റർ. ആ മെറ്റൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷൈനിങ് അപ്പിയറൻസ് ആണ് അതിനെയാണ് നമ്മൾ മെറ്റാലിക് ലസ്റ്റർ, ആ ഒരു തിളക്കത്തിനെയാണ് നമ്മൾ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ് പറഞ്ഞു? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ്? എന്തൊക്കെ പ്രത്യേകതകളായിരുന്നു മെറ്റൽസിനുള്ള? ആ മെറ്റൽ ഹാസ് മാലിബിൾ ആണ്, ഡക്റ്റൈൽ ആണ് അല്ലേ. മാലിബിൾ എന്ന് പറയുന്നത് എന്താണ്, അതിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, തിൻ ഷീറ്റ്സ് ആക്കി മാറ്റും. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് മാലിബിലിറ്റി. പിന്നെ ഫൈൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഡക്റ്റിലിറ്റി. ആ ഒരു പ്രോസസ്സിനെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നു. ദെൻ ഹാർഡ്നെസ് ഇസ് അനദർ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റൽ. ഹാർഡ്നെസ് എന്ന് പറയുന്ന മെറ്റൽസിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ്. ദർ ഈസ് സോഫ്റ്റ് മെറ്റൽ ഓൾസോ. ഹാർഡ് മെറ്റൽസും ഉണ്ട്, സോഫ്റ്റ് മെറ്റൽസും ഉണ്ട്. സോ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സോഫ്റ്റ് മെറ്റൽസ്? ഏതൊക്കെയായിരുന്നു എക്സാമ്പിൾ? സോഡിയം, പൊട്ടാസ്യം, ലിഥിയം ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, സോഫ്റ്റ്. സീഷ്യം, ഗാലിയം ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, സോഫ്റ്റ് മെറ്റൽസിന് എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ദ മെറ്റാലിക് ലസ്റ്റർ. ലാസ്റ്റ് പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് മെറ്റാലിക് ലസ്റ്റർ. അതായത് നമ്മൾ വെൻ വി കട്ട് എ ഫ്രഷ്ലി മെറ്റൽ ഇറ്റ് ഈസ് ഷൈനിങ് അപ്പിയറൻസ് അല്ലേ. അതിനെ കട്ട് ചെയ്യുമ്പോൾ എന്തൊരു അപ്പിയറൻസ് ആണ്, ഒരു ഷൈനി അല്ലെങ്കിൽ ഒരു തിളക്കമുള്ള അപ്പിയറൻസ് ആണ്. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് മെറ്റാലിക് ക്ലസ്റ്റർ. So in this class we have discussed about some property of the metal. In the next class we will learn about more about this chapter. Now we can wind up. Thank you. Assalamu Alaikum.